സ്ഥാനാലബ്ധിയിൽ കോൺഗ്രസ്സുകാരൊക്കെ കൂടുതൽ ആഹ്ലാദിക്കുന്നത് ഇടതുപക്ഷമൊക്കെ അവരുടെ അനുശോചനത്തിൽ പങ്കുചേരുന്നു. ദുഃഖാർത്തരായ ഇടതുപക്ഷക്കാർക്ക് എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. പിന്നെ അവരുടെ ആഹ്ലാദമൊക്കെ നമുക്ക് മനസ്സിലാവും. സ്വാഭാവികമായിട്ടും നമ്മളെ രാഷ്ട്രീയമായി എതിരിടുന്നവരാണ്. നിരന്തരമായി നമ്മൾ രാഷ്ട്രീയ പോരാട്ടം അവരുമായിട്ട് നടത്തുന്നവരാണ്. അപ്പോൾ ആ രാഷ്ട്രീയ പോരാട്ടം നടത്തുമ്പോൾ തന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും നമ്മളോട് വിവിധ തരത്തിലുള്ള എതിർപ്പുകളുണ്ട്. അത് ഇന്ന് തുടങ്ങിയതല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അറ്റാക്കുകളൊക്കെ അതിൻ്റെ സെൻസിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വിമർശനങ്ങളൊക്കെ കൂടുതൽ അവർക്കെതിരെ പോരാടാനുള്ള ഉത്തേജനമായി മാറട്ടെ എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയാണ് നമ്മളൊപ്പം ഉള്ളത്. പുതിയ സ്ഥാനാലബ്ധിയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കാമോ? അല്ല, തീർച്ചയായിട്ടും ഏത് സ്ഥാനത്തിൻ്റെതായ വലിപ്പം ആ സ്ഥാനത്തിനുണ്ട്. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾക്ക് നന്ദി. എന്താണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ തുടരണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കാൻ കാരണം? അത് വിവിധ കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഞാൻ NSUവിൻ്റെ ദേശീയ സെക്രട്ടറിയാണ്. ഞാൻ ദേശീയ പദവി അലങ്കരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. 4 കൊല്ലത്തോളം ദേശീയ സെക്രട്ടറിയായി പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതലയും അതുപോലെ തന്നെ ദില്ലി സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലകളുടെ ചുമതലയാണ്. അന്നൊക്കെ 15 ദിവസത്തിന് മുകളിൽ ദേശീയ രാഷ്ട്രീയത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കേണ്ടതായ ഘട്ടമുണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, വലിയ ഒരു സാമ്പത്തിക ചെലവും അതുമൊക്കെ ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിനുശേഷം ഞാൻ കേരളത്തിൽ വന്ന് ഏതാണ്ട് 5 കൊല്ലക്കാലം വളരെ നിരന്തരമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വലിയ സമരത്തിലും ഈ സർക്കാരിനെതിരെയുള്ള വലിയ പോരാട്ടത്തിലുമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സമരരംഗത്തുണ്ട്, ആശയപ്രചരണ രംഗത്തുണ്ട്, സംവാദവേദികളിലുണ്ട്, ജയിലിൽ പോകാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ അടുത്തൊരു 5 മാസം ഏറ്റവും ക്രൂഷ്യലായൊരു സമയമാണ്. ആ ഒരു സമയത്ത് എനിക്ക് കേരളത്തിൽ തുടരാൻ അനുവദിക്കണമെന്നുള്ള ഒരു അനുമതി തരണമെന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് ഞാൻ നൽകിയത്. സ്ഥാനാലബ്ധിയിൽ കോൺഗ്രസ്സുകാരൊക്കെ കൂടുതൽ ആഹ്ലാദിക്കുന്നത് ഇടതുപക്ഷമൊക്കെ അവരുടെ അനുശോചനത്തിൽ പങ്കുചേരുന്നു. ദുഃഖാർത്തരായ ഇടതുപക്ഷക്കാർക്ക് എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. പിന്നെ അവരുടെ ആഹ്ലാദമൊക്കെ നമുക്ക് മനസ്സിലാവും. സ്വാഭാവികമായിട്ടും നമ്മളെ രാഷ്ട്രീയമായി എതിരിടുന്നവരാണ്. നിരന്തരമായി നമ്മൾ രാഷ്ട്രീയ പോരാട്ടം അവരുമായിട്ട് നടത്തുന്നവരാണ്. അപ്പോൾ ആ രാഷ്ട്രീയ പോരാട്ടം നടത്തുമ്പോൾ തന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും നമ്മളോട് വിവിധ തരത്തിലുള്ള എതിർപ്പുകളുണ്ട്. അത് ഇന്ന് തുടങ്ങിയതല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അറ്റാക്കുകളൊക്കെ അതിൻ്റെ സെൻസിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വിമർശനങ്ങളൊക്കെ കൂടുതൽ അവർക്കെതിരെ പോരാടാനുള്ള ഉത്തേജനമായി മാറട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങയുടെ പ്രതികരണത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യം രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഒരു സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ 2ാമത് വോട്ട് നേടിയ അങ്ങേ പ്രസിഡന്റ് സ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്നുള്ളത് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് തുല്യമല്ല. അല്ല, അങ്ങനെയല്ല. ശ്രീ രാഹുൽ ഗാന്ധിയോടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം ശ്രീ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന തിരഞ്ഞെടുപ്പ് രീതി കാരണമാണ് എന്നെപ്പോലുള്ള സാധാരണ പ്രവർത്തകന് കടന്നു വരാൻ സാധിച്ചത്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹിയായിട്ടാണ് ആദ്യം കടന്നു വരുന്നത്. അത് തെരഞ്ഞെടുപ്പിലൂടെയാണ്, 2009 സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ്. ശ്രീ PC വിശ്വനാഥും ശ്രീ M ലിജുവും മത്സരിച്ച സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ്. ആ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു വന്ന് എനിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ വരെ മത്സരിച്ചാവാൻ പറ്റിയത് സംഘടനാ തെരഞ്ഞെടുപ്പ് വഴിയാണ്. അതുപോലെ ഞാൻ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായി കടന്നു വരുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ്. NSUവിൻ്റെ ദേശീയ സമിതി അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ. അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി ഉള്ളതുകൊണ്ടാണ്, അദ്ദേഹം തുടങ്ങി വെച്ച ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് രീതി ഉള്ളതുകൊണ്ടാണ് എന്നെപ്പോലെ സാധാരണഗതിയിൽ വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇങ്ങനെ പ്രവർത്തിക്കാനും വരുവാനും ഒക്കെ സാഹചര്യമുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സംഘടനാ തെരഞ്ഞെടുപ്പിനെ ഞാൻ ഇപ്പോഴെന്നല്ല എന്നെന്നും ആ സംഘടനാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെയാണ് ഞാൻ. അത് ശ്രീ രാഹുൽ ഗാന്ധി വേണ്ട എന്ന് പറയുന്ന കാലഘട്ടം വരെ ഞാൻ ആ സംഘടനാ തെരഞ്ഞെടുപ്പ് രീതിക്ക് അനുകൂലവുമാണ്. പക്ഷേ ഇത് ഇൻ്ററിമായി വന്ന ഒരു സാഹചര്യമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഈ സാഹചര്യം. ഈ സാഹചര്യത്തിൽ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടാകാം നേതൃത്വം തീരുമാനമെടുത്തത്. അപ്പോൾ ആ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചപ്പോൾ പല കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ടാകും. അപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് 1,70,000 വോട്ടാണ്. ആ 1,70,000 വോട്ട് ലഭിക്കുന്നത് ഒരു പ്രദേശത്തു നിന്നല്ലല്ലോ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സാധാരണ യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകർ അവർ കഷ്ടപ്പെട്ട്, അതായത് ഒരു മെമ്പർഷിപ്പിന് 50 രൂപയാണ്. അവരെത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അത്ര കഷ്ടപ്പെട്ട് അവർ മെമ്പർഷിപ്പ് ചേർത്ത് മാസങ്ങളോളം എടുത്ത അക്ഷീണമായ പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ ഉപാധ്യക്ഷനായത്. അപ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്കൊത്താണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിന് ഏതൊരു കാലഘട്ടത്തിലും ഞാൻ ഉയർത്തിപ്പിടിക്കും. പക്ഷേ ഇതൊരു ഇൻ്ററിം സാഹചര്യമായതുകൊണ്ട് പാർട്ടി നേതൃത്വം പല ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടാവും തീരുമാനമെടുത്തത്. വേഗം ചോദിക്കാം,